പുരാ വിരിഞ്ചോനനുപാതകൽപ്പേ ജലം സ്ഥിരം സ്വോത്ഭവ പത്മനാളെ കൃത്വാ തപഃ സോധവിരൂഢബോധോ ദദർശ വൈകുണ്ഠമതുല്യലോകം. പണ്ട് പാത്മം എന്ന കൽപ്പത്തിൽ ബ്രഹ്മാവ് താൻ ഇരിക്കുന്ന പത്മത്തിൻ്റെ നാളത്തിലൂടെ ദീർഘകാലം സഞ്ചരിച്ച് തുടർന്ന് കുറേ കാലം തപസ് ചെയ്ത് രൂഢമായ ആത്മബോധത്തോടുകൂടിയവനായി ഒടുവിൽ അതുല്യമായ വൈകുണ്ഠലോകത്തെ കാണുകയുണ്ടായി. ബ്രാഹ്മം എന്ന കൽപ്പത്തിലെ ബ്രഹ്മാവ് ചെയ്ത കാര്യങ്ങൾ ദ്വിതീയ സ്കന്ധത്തിൽ പറയുന്നു. ഇവിടെ മൈത്രേയ മഹർഷി ഭഗവത് വിഭൂതികൾ വർണ്ണിക്കുന്നു. പാത്മകൽപ്പത്തിലെ ബ്രഹ്മാവ് താൻ ഇരിക്കുന്ന താമരയുടെ ഉത്ഭവസ്ഥാനം അറിയാനാണ് അതിൻ്റെ നാളത്തിലൂടെ സഞ്ചരിച്ചത്. ഒടുവിൽ തപസ് ചെയ്ത് ഭഗവത് ദർശനം നേടി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.